നമസ്കാരം, ഞാൻ അജിത്. എല്ലാവർക്കും ലേണേഴ്സ് ലൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിപ്രിസിയേഷന്റെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലുള്ള ഒരു സിമ്പിൾ പ്രോബ്ലം ആണ് ചെയ്തു നോക്കിയത്. ഇന്ന് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോയാലോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് പറയുന്നത് മെഹ്റ ആൻഡ് സൺസ് അക്വയർഡ് എ മെഷീൻ ഫോർ 1,80,000 എന്നാണ് പറയുന്നത് ഓൺ ഒക്ടോബർ 1, 2023. അതുപോലെ തന്നെ സ്പെൻഡ് 20,000 ഫോർ ഇൻസ്റ്റാളേഷൻ. The firm writes off depreciation at the rate of 10% on original cost every year. ഇനി ഇതിനകത്ത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ് ഫോർ ദ ഇയർ 23 ആൻഡ് ഡ്രോ അപ്പ് മെഷീൻ അക്കൗണ്ട്, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഫോർ ഫസ്റ്റ് 3 years. ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസസ് ഓൺ March 31 എവറി ഇയർ. അപ്പോൾ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മെഷീൻ്റെ കോസ്റ്റ് എത്രയാണ്? 1,80,000. അതുപോലെ ഇൻസ്റ്റാളേഷൻ ചാർജായിട്ട് 20,000 ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ എമൗണ്ട് അല്ല പറയുന്നത്, ഇവിടെ പെർസെൻറ്റേജ് ആണ്. 10% എന്നാണ് പറയുന്നത്. ഇതിൽ സ്ക്രാപ്പ് വാല്യൂ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ 10% മെഷീൻ കോസ്റ്റിൻ്റെ 10% നമ്മൾ എല്ലാ വർഷവും ഡിപ്രിസിയേഷനായിട്ട് ചാർജ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെഷീൻ അക്കൗണ്ടും ഡിപ്രിസിയേഷൻ അക്കൗണ്ടും അതുപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടും നമ്മളോട് ഡ്രോ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നത് മെഷീൻ അക്കൗണ്ടിലേക്കല്ല, അതിനുവേണ്ടി പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് നമ്മളോട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിപ്രിസിയേഷൻ മൊത്തം ചാർജ് ചെയ്യുന്നത് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ലാസ്റ്റ് പ്രോബ്ലം ഈ പ്രോബ്ലം നമ്മൾ വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി നോക്കാം. ലാസ്റ്റ് പ്രോബ്ലം പോലെ തന്നെയാണ്. അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ ക്യാഷ്, ബാങ്ക്, വെൻഡർ ഏതാണെന്ന് വെച്ചാൽ ഇതിപ്പം ചെറിയ എമൗണ്ട് ആണെങ്കിൽ ക്യാഷ്, കുറച്ചും കൂടി വലിയ എമൗണ്ട് ആണെങ്കിൽ ബാങ്ക്, അതല്ല ക്രെഡിറ്റിനാണെന്ന് വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെൻഡർ ക്രെഡിറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് പ്രോബ്ലം തന്നെ സെയിം ആയിട്ടുള്ള എൻട്രി. ഇനി അത് കഴിഞ്ഞ് ഇയർ എൻഡ് ആകുമ്പോൾ ചെയ്യുന്ന എൻട്രികൾ. നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് എവിടേക്കാണ്? അസറ്റിലേക്കാണ് ചാർജ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മളോട് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യേണ്ടത് അസറ്റിലേക്കല്ല, അസറ്റ് ഒറിജിനൽ വാല്യൂവിൽ തന്നെ അവിടെ നിർത്തുന്നു. അതിനുശേഷം ഡിപ്രിസിയേഷൻ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ വർഷവും ഇയർ എൻഡിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യേണ്ട എൻട്രി എന്താ? ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആണ്, അത് ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞത് ലയബിലിറ്റി ആണ്. അപ്പോൾ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇയർ എൻഡിൽ പാസ് ചെയ്യുന്ന ആദ്യത്തെ എൻട്രി. നെക്സ്റ്റ് എൻട്രി സാധാരണ പോലെ തന്നെ ഡിപ്രിസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കാണിക്കുന്ന എൻട്രിയാണ്. അത് ലാസ്റ്റ് പ്രോബ്ലം തന്നെ സെയിം എൻട്രിയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, ഡിപ്രിസിയേഷൻ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഡിപ്രിസിയേഷൻ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ? കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടില്ല. അപ്പം കോസ്റ്റ് ഓഫ് അസറ്റ് എത്രയാണെന്ന് നോക്കാം. മെഷീൻ വാങ്ങിച്ചത് 1,80,000 അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചാർജായിട്ട് 20,000 ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 2 lakh ആണ്. ഇനി 10% ആണ് ഡിപ്രിസിയേഷൻ പറഞ്ഞിട്ടുള്ളത്. പെർസെൻറ്റേജ് ഓഫ് ഡിപ്രിസിയേഷൻ 10% ആണ്. നമുക്ക് ആനുവൽ ഡിപ്രിസിയേഷൻ എത്രയാണ് അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആനുവൽ ഡിപ്രിസിയേഷൻ ഈക്വൽ ടു 2 lakh ഇൻറ്റു 10%. 2 lakhൻ്റെ 10% വരുന്നത് 20,000 ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ വർഷവും ബുക്സ് ക്ലോസ് ചെയ്യുന്നത് March 31 പക്ഷേ ഈ അസറ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഒക്ടോബറിലാണ്, ഒക്ടോബർ 1. അപ്പോൾ നമുക്ക് ഒരു ഇയറിലേക്കുള്ള മൊത്തം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റില്ല. ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയുള്ള ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ 6 monthsൻ്റെ ഡിപ്രിസിയേഷനെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം 6 monthsൻ്റെ ഡിപ്രിസിയേഷൻ കാണണം. അപ്പോൾ ആദ്യത്തെ വർഷം, അതായത് 23 ഒക്ടോബറിൽ വാങ്ങിച്ച അസറ്റിന് 24 March 31 വരുന്ന ഡിപ്രിസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 ആണ് ആനുവൽ ഡിപ്രിസിയേഷൻ. അതിൻ്റെ 6/12, അതായത് 6 മാസത്തെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഈ മെഷീന് വരുന്ന ഡിപ്രിസിയേഷൻ 10,000 ആണ്. അതായത് അത് 6 മാസത്തിനുള്ള ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 10,000 മാത്രമേ വരുന്നുള്ളൂ.
ഇനി നമുക്ക് ഇതിനെ ജേണൽ എൻട്രീസ് നോക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ഇയറിലെ ജേണൽ എൻട്രീസ് മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഇയറിലെ ജേണൽ എൻട്രീസ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അസറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രിസിയേഷൻ അക്കൗണ്ട്, അതുപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട്, ഇതെല്ലാം നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ജേണൽ എൻട്രീസിലേക്ക് പോകാം. ജേണലിൽ നമ്മൾ വരയ്ക്കുന്നു 1/10/23, അതായത് ഒക്ടോബർ 1-ാം തീയതിയാണ് ഈ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ, മെഷീൻ അക്കൗണ്ട് ഡെറ്റർ, അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അത് ഡെബിറ്റ് ചെയ്തു. എമൗണ്ട് എത്രയാണ്, 2 lakh. അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു, അതായത് അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, അതും 2 lakh. മെഷീൻ അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അത് ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ ബാങ്ക് അക്കൗണ്ട്, അതായത് അസറ്റ് ഡിക്രീസ് ചെയ്യുന്നത് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇത് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ്. ഇനി നമുക്ക് ആ വർഷത്തെ ഇയർ എൻഡിലുള്ള ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന എൻട്രീസ് നോക്കാം. 31/3/24, അതായത് ബുക്സ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്. ആ ഡേറ്റിൽ എൻട്രി എന്താ വരിക, ആദ്യം നമുക്ക് ഡിപ്രിസിയേഷൻ ഇവിടെ അസറ്റിലേക്കല്ല, നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യണം. ആദ്യം നമുക്ക് ആ എൻട്രി പോസ്റ്റ് ചെയ്യാം. ഡിപ്രിസിയേഷൻ എന്താണ്, എക്സ്പെൻസ് ആണ്, അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എമൗണ്ട് എത്രയാണ്, ഫസ്റ്റ് ഇയറിൽ 10,000 വരുന്നുള്ളൂ. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഇയറിൽ ഡിപ്രിസിയേഷൻ 10,000 ആണ്, അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. കൗണ്ടർ പാർട്ടായിട്ട് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു 10,000. അതിനുശേഷം എന്താ, ഈ ഡിപ്രിസിയേഷൻ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ സെയിം ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ ഇടുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. എമൗണ്ട് എത്രയാണ്, 10,000. കൗണ്ടർ പാർട്ടായിട്ട് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. എമൗണ്ട് 10,000. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ഇയറിലെ ജേണൽ എൻട്രീസ് വരുന്നത്. ഈ 3 എൻട്രീസ് ആണ്. ഇനി നമുക്ക് അസറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ മെഷീൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലെഡ്ജർ വരയ്ക്കുന്നു. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഇത് ഡെബിറ്റ് സൈഡ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഇത് ക്രെഡിറ്റ് സൈഡ്. ആദ്യത്തെ എൻട്രി എന്താ, അസറ്റ് പർച്ചേസ് ചെയ്യുന്ന എൻട്രിയാണ് ആദ്യം വരുന്നത്. അപ്പോൾ 1 ഒക്ടോബർ 23 അസറ്റ് പർച്ചേസ് ചെയ്യുന്നു 2 lakh. ക്ലോസിംഗ് ഡേറ്റിൽ ഈ ലെഡ്ജറിലേക്ക് വേറെ എൻട്രി ഒന്നും വരാനില്ല, കാരണം നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്നു. അപ്പം ഡെബിറ്റ് സൈഡ് 2 lakh വന്നു, ക്രെഡിറ്റ് സൈഡ് നമ്മൾ 2 lakh ഇടുന്നു. ബാലൻസിങ് എൻട്രി ആയിട്ട് 2 lakh തന്നെ കാണിക്കുന്നു. അത് 31st March 2024 2 lakh. ഈ എമൗണ്ട് തന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. 1/4/24 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 2 lakh കാണിക്കുന്നു. ആ വർഷവും നമ്മൾ ഒരു ചേഞ്ചസും, അതായത് ഡിപ്രിസിയേഷൻ ഈ അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യാത്തടത്തോളം കാലം ഈ അക്കൗണ്ടിൽ ഒരു ചേഞ്ചസും വരില്ല. ഇത് അക്കൗണ്ട് ടാലി ചെയ്യുന്നു. 2 lakh തന്നെ സെക്കൻഡ് ഇയറിലും ക്ലോസിംഗ് ഡേറ്റിൽ 2 lakh വരുന്നു. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് 2 lakh വരുന്നു. സെയിം എമൗണ്ട് നമ്മൾ തേർഡ് ഇയറിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. അവിടെയും 2 lakh തന്നെ ബാലൻസ് ചെയ്യുന്നു. ആ വർഷത്തേക്കും ക്ലോസിംഗ് ബാലൻസ് വരുന്നത് 2 lakh ആണ്. നെക്സ്റ്റ് ഇയറിലേക്കും സെയിം എമൗണ്ട് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. മെഷീൻ അക്കൗണ്ട് അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടിൽ പ്രൊവിഷൻ അക്കൗണ്ടിലേക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതുകൊണ്ട് അസറ്റ് അക്കൗണ്ടിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. അസറ്റ് എപ്പോഴും ബുക്ക് വാല്യൂവിൽ തന്നെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് അസറ്റ് അക്കൗണ്ടിലേക്ക് ഡിപ്രിസിയേഷൻ കാണിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അടുത്തത് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിലുള്ള എൻട്രീസ് നോക്കാം. നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് ഡെബിറ്റ് സൈഡിലത്തെ, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് ക്രെഡിറ്റ് സൈഡ്. ഫസ്റ്റ് എൻട്രി എന്താ, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് ഡേറ്റിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നു. ഫസ്റ്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ 10,000 ഉള്ളൂ, കാരണം 6 മാസത്തെ ഡിപ്രിസിയേഷനെ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളൂ. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നു. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. രണ്ട് സൈഡിലും 10,000 ആണ്. ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ 10,000 കൊടുക്കുന്നു. നെക്സ്റ്റ് ഇയറിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 10,000 നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. നെക്സ്റ്റ് ഇയറിൽ ഡിപ്രിസിയേഷൻ വരുന്നത് എത്രയാണ്, നെക്സ്റ്റ് ഇയറിൽ ഒരു ഫുൾ ഇയറിൻ്റെ ഡിപ്രിസിയേഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആനുവൽ ഡിപ്രിസിയേഷൻ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത് 20,000 ആണ്. ഫസ്റ്റ് ഇയറിൽ 6 months ആയതുകൊണ്ടാണ് നമ്മൾ 10,000 ചാർജ് ചെയ്ത്. ഈ വർഷം നമ്മൾ ഒരു ഫുൾ ഇയറിലുള്ള ഡിപ്രിസിയേഷൻ 20,000 ഇവിടെ ചാർജ് ചെയ്യുന്നു. അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. അപ്പം ടോട്ടൽ അക്യൂമുലേറ്റഡ് ബാലൻസ് എത്രയായി, 30,000 ആയി. ഡിപ്രിസിയേഷൻ്റെ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ അക്യൂമുലേറ്റഡ് ബാലൻസ് 30,000 ആയി. നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. സെക്കൻഡ് ഇയറിലെ ക്ലോസിംഗ് ഡേറ്റിൽ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു. അപ്പോൾ അക്യൂമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ബാലൻസ് എത്രയാണ്, 30,000 ആണ്. ഇത് തന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. 1/4/25 ബ്രോഡ് ഡൗൺ ബാലൻസ് എത്ര, 30,000. ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് 31/3/26 ഡിപ്രിസിയേഷൻ എത്ര, വീണ്ടും 20,000 ചാർജ് ചെയ്യുന്നു. വേറെ എൻട്രീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അക്കൗണ്ട് ടാലി ചെയ്യുന്നു. അപ്പോൾ അക്യൂമുലേറ്റഡ് ബാലൻസ് ആയിട്ട് 50,000 ആണ് വരുന്നത്. ക്ലോസിംഗ് ഡേറ്റിൽ തന്നെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു 50,000.
നെക്സ്റ്റ് ഇയറിലേക്ക് സെയിം എമൗണ്ട് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നു. ഇങ്ങനെ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷത്തെയും ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വരുന്ന എമൗണ്ട്, അതായത് ക്യാരി ഡൗൺ ബാലൻസ് എന്ന് പറയുന്നത്, അതുവരെ നമ്മൾ ആ അസറ്റിൽ എത്ര ഡിപ്രിസിയേഷൻ ചാർജ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അസറ്റിലേക്ക് ഡയറക്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ഓരോ വർഷവും സെയിം എമൗണ്ട് ചാർജ് ചെയ്ത് അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ ആ വർഷം ചാർജ് ചെയ്ത ഡിപ്രിസിയേഷൻ എത്രയെന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അസറ്റിന്റെ വാല്യൂവിന് ചേഞ്ച് ഇല്ലാതെ അത് നമ്മൾ ബുക്ക് വാല്യൂവിൽ തന്നെ എല്ലാ വർഷവും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അസറ്റിലേക്ക് എത്ര ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തു എന്നുള്ളത് അക്യുമുലേറ്റഡ് ബാലൻസ് നമ്മൾ അവിടെ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ആയിട്ട് കാണിക്കുന്നു ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്. അപ്പോൾ അസറ്റിന്റെ ബുക്ക് വാല്യൂ ഒറിജിനൽ വാല്യൂ എത്രയാണെന്ന് അറിയാൻ പറ്റും. ഇതുവരെ എത്ര ചാർജ് ചെയ്തു ഡിപ്രിസിയേഷൻ ഉള്ളത് നമുക്കത് അറിയാൻ പറ്റും. അതാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോഴുള്ള ഒരു ഉപകാരം. അടുത്ത് നമുക്ക് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ ഫസ്റ്റ് എൻട്രി വരുന്നത് ക്ലോസിംഗ് ഡേറ്റിലാണ്. ഫസ്റ്റ് ഇയർ ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൗണ്ടർ എൻട്രി ആയിട്ട് ഇവിടെ അത് ഡെബിറ്റ് ചെയ്യുന്നു 10,000. അത് നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് 10,000 നമ്മൾ ചാർജ് ചെയ്യുന്നു. ബാലൻസ് ഒന്നും വരുന്നില്ല, ഇത് ബാലൻസിങ് എൻട്രി ആയിട്ടൊന്നുമില്ല. ഡിപ്രിസിയേഷൻ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷനിലേക്ക് ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നു. സെയിം എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇയറിലും സെയിം എൻട്രി തന്നെയാണ് വരുന്നത്. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷനിലേക്ക് ഒരു ആനുവൽ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ 20,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അത് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് സെയിം എൻട്രി പോസ്റ്റ് ചെയ്യുന്നു 20,000. നെക്സ്റ്റ് ഇയറിലും ഇതുപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ 20,000 വരുന്നു. അതിനുശേഷം ആ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്തു. ഇതാണ് പ്രൊവിഷൻ വരുമ്പോഴുള്ള അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള എൻട്രീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ സജസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.